പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ സെഷനിൽ നമ്മൾ എപ്പിഡെമിയോളജിയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും പിന്നെ അതിലെ അസോസിയേഷൻ, കോസേഷൻ എന്നീ ആശയങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇതൊരു പക്ഷേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിരിക്കാം. എന്നാൽ വിഷമിക്കേണ്ട, ഓരോ ആശയവും ഓരോ തലക്കെട്ടും നമ്മളിവിടെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നതായിരിക്കും. തീർച്ചയായും. എപ്പിഡെമിയോളജി എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയുടെ ഡോക്ടർ എന്നതിലുപരി ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഡോക്ടറായി പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ അതിന്റെ പ്രായോഗികമായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതെ, എപ്പിഡെമിയോളജിസ്റ്റിനെ ഒരു ഹെൽത്ത് ഡിറ്റക്റ്റീവ്, ഒരു ടൗൺ പ്ലാനർ, ചിലപ്പോൾ ഒരു ചരിത്രകാരൻ, എന്തിന് ഒരു ജ്യോത്സ്യൻ എന്നൊക്കെ വരെ വിശേഷിപ്പിക്കാം. പ്രശസ്തനായ മോറിസിന്റെ അഭിപ്രായത്തിൽ ഇതിന് 7 പ്രധാന ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിച്ചാലോ? തീർച്ചയായും. എന്താണ് ആദ്യത്തേത്? ആദ്യത്തേത് ഒരു ഹെൽത്ത് ഹിസ്റ്റോറിയന്റെ ജോലിയാണ്. അതായത് ടു സ്റ്റഡി ഹിസ്റ്റോറിക്കലി ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഡിസീസ്, രോഗങ്ങളുടെ ചരിത്രപരമായ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് പഠിക്കുക. ചരിത്രം പഠിക്കുക? അതെ. രോഗങ്ങൾക്ക് ഒരു ജീവിതകഥയുണ്ട്. അവ വരുന്നു, സമൂഹത്തിൽ നിലനിൽക്കുന്നു, ചിലപ്പോൾ അപ്രത്യക്ഷമാകുന്നു. വസൂരി, അതായത് സ്മോൾ പോക്സ് പോലുള്ള രോഗങ്ങളെ നമ്മൾ ഈ ലോകത്തുനിന്ന് തന്നെ തുടച്ചു നീക്കി. എന്നാൽ എയ്ഡ്സ് പോലുള്ള പുതിയ രോഗങ്ങൾ ഉയർന്നുവന്നു. ഇത് ഫാഷൻ ട്രെൻഡുകൾ മാറുന്നതുപോലെയാണ്. പക്ഷേ ഒരു സംശയം, ഈ പഴയ കാര്യങ്ങൾ, അതായത് ചരിത്രം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രായോഗികമായി എന്തു ഗുണമാണ് കിട്ടുന്നത്? നല്ല ചോദ്യമാണ്. ഭൂതകാലത്തെ ട്രെൻഡുകൾ നോക്കി ഭാവി പ്രവചിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രായോഗികത. ഉദാഹരണത്തിന്, കഴിഞ്ഞ 10 വർഷത്തെ ഡാറ്റ നോക്കുമ്പോൾ എല്ലാ ശൈത്യകാലത്തും ഫ്ലൂ കേസുകൾ കൂടുന്നു എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ കൊല്ലവും ആവർത്തിക്കുന്നു. അതെ. അങ്ങനെയെങ്കിൽ അടുത്ത ശൈത്യകാലം വരുന്നതിനു മുൻപേ നമുക്കാവശ്യമായ വാക്സിനുകളും മരുന്നുകളും തയ്യാറാക്കി വയ്ക്കാം. ഇതൊരു കാലാവസ്ഥാ ചാനലിലെ അൽമനാക് വിഭാഗം പോലെയാണ്. ഈ മാസം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നവർ പറയുമ്പോൾ നമ്മൾ കുടവാങ്ങാൻ തയ്യാറെടുക്കുന്നില്ലേ? അതുപോലെ. ഓക്കെ, അപ്പോൾ ചരിത്രം ഒരു മുന്നറിയിപ്പ് സംവിധാനമായി പ്രവർത്തിക്കുന്നു. ഇനി രണ്ടാമത്തെ ടൂളിലേക്ക് വരാം. കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ്. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു പട്ടണത്തിന് മുഴുവനായി ഒരു സ്റ്റെത്തസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ? ഏകദേശം അതുതന്നെയാണ്. ഇതിനെ ഒരു പട്ടണത്തിന്റെ മുഴുവൻ ആരോഗ്യ പരിശോധന അല്ലെങ്കിൽ ഒരു സിറ്റി ചെക്കപ്പായിട്ട് കരുതാം. ഒരു ഡോക്ടർ നിങ്ങളുടെ പൾസ് പരിശോധിക്കുന്നത് പോലെ എപ്പിഡെമിയോളജിസ്റ്റ് ഒരു സമൂഹത്തിന്റെ മൊത്തമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ വെറുതെ ഇവിടെ ആളുകൾക്ക് അസുഖമുണ്ട് എന്ന് പറയുകയല്ല, മറിച്ച് ക്വാണ്ടിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ അത് കൃത്യമായി അളക്കുന്നു. ക്വാണ്ടിഫിക്കേഷൻ, അതായത് അക്കങ്ങളിൽ പറയുന്നു എന്നാണോ? അതെ. ഉദാഹരണത്തിന്, ഒരു പട്ടണത്തിലെ സ്കൂളുകളിൽ ഒരു സർവേ നടത്തി എന്ന് കരുതുക. കുട്ടികൾക്ക് പല്ലിൽ പോടുണ്ട് എന്ന് പറയുന്നതിന് പകരം 5ാം ക്ലാസ്സിലെ 40% കുട്ടികൾക്ക് കുറഞ്ഞത് 2 പല്ലിലെങ്കിലും പോടുണ്ട് എന്ന് കൃത്യമായി പറയുന്നു. 40% എന്ന കണക്ക്? അതെ. ആ 40% എന്ന കണക്ക് നമുക്കൊരു ലക്ഷ്യം നൽകുന്നു. ആ പട്ടണത്തിലെ കുട്ടികളുടെ പ്രധാന ആരോഗ്യപ്രശ്നം ദന്തക്ഷയമാണെന്നും അതിന്റെ വ്യാപ്തി ഇത്രയുമാണെന്നും മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കാൻ ഈ ഡാറ്റ നമ്മളെ സഹായിക്കും. ഇരിടാൻ എത്ര വലിയ തയ്യാറെടുപ്പ് വേണമെന്നറിയാൻ പറ്റൂ. ഇത് അടുത്ത പോയിന്റുമായി നല്ല ബന്ധമുണ്ടെന്ന് തോന്നുന്നു. മൂന്നാമത്തത് പ്ലാനിംഗ് ആൻഡ് ഇവാലുവേഷൻ. ആസൂത്രണത്തിനും വിലയിരുത്തലിനും തീർച്ചയായും ബന്ധമുണ്ട്. കമ്മ്യൂണിറ്റി ഡയഗ്നോസിസിലൂടെ നമ്മൾ പ്രശ്നം കണ്ടെത്തി. ഇനി അത് പരിഹരിക്കണം. അവിടെയാണ് ആസൂത്രണം വരുന്നത്. നമ്മുടെ കയ്യിലുള്ള പണവും ആരോഗ്യപ്രവർത്തകരുമൊക്കെ പരിമിതമാണ്. അപ്പോഴത് ഏറ്റവും ഫലപ്രദമായി എവിടെ ഉപയോഗിക്കണം? ശരിയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സർവേയിൽ പ്രമേഹ രോഗികളിൽ ഭൂരിഭാഗവും പട്ടണത്തിന്റെ വെസ്റ്റ് എൻഡിലാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തി എന്ന് കരുതുക. അപ്പോൾ പുതിയ പ്രമേഹ ക്ലിനിക് എവിടെ സ്ഥാപിക്കുന്നതാണ് യുക്തി? തീർച്ചയായും വെസ്റ്റ് എൻഡിൽ. ഇതാണ് പ്ലാനിംഗ്. മനസ്സിലായി. അപ്പോൾ ഇവാലുവേഷൻ അഥവാ വിലയിരുത്തലോ? നമ്മളൊരു പദ്ധതി നടപ്പിലാക്കി. അത് വിജയകരമായിരുന്നോ എന്ന് പരിശോധിക്കുന്നതാണ് ഇവാലുവേഷൻ. പട്ടണത്തിൽ കൂടുതൽ നടക്കുക അല്ലെങ്കിൽ വാക്ക് മോർ എന്ന പേരിൽ ഒരു ക്യാമ്പയിനിനായി നമ്മൾ 1 ലക്ഷം രൂപ ചെലവഴിച്ചു.
2 വർഷത്തിനു ശേഷം നമ്മൾ പരിശോധിക്കുന്നു. ഹൃദ്രോഗ നിരക്ക് കുറഞ്ഞോ? ആളുകൾ യഥാർത്ഥത്തിൽ കൂടുതൽ നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത വർഷം ആ പണം മറ്റൊരു കൂടുതൽ ഫലപ്രദമായ കാര്യത്തിനായി ഉപയോഗിക്കാം. ഇത് ഒരുതരം ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നു. കൊള്ളാം. ഇനി 4ാമത്തെ ടൂൾ. ഇത് കുറച്ചുകൂടി വ്യക്തിപരമാണെന്ന് തോന്നുന്നു. ഇവാലുവേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് റിസ്ക് ആൻഡ് ചാൻസസ്. ഒരു വ്യക്തിയുടെ അപകട സാധ്യതകൾ വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു എപ്പിഡമിയോളജിസ്റ്റ് ഒരു ജോൽസിനെ പോലെ ഭാവി പ്രവചിക്കുമെന്നാണോ? ഒരു ശാസ്ത്രീയമായ ഭാവി പ്രവചനമെന്ന് പറയാം. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റിസ്ക്, റിലേറ്റീവ് റിസ്ക് എന്നൊക്കെ കണക്കാക്കും. അബ്സല്യൂട്ട് റിസ്ക്, റിലേറ്റീവ് റിസ്ക് എന്താണത്? ഒരു ഉദാഹരണം നോക്കാം. 55 വയസ്സുള്ള, പുകവലിക്കുകയും ധാരാളം വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ സ്മിത്തിനെ പരിഗണിക്കാം. അദ്ദേഹത്തെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഡാറ്റ വിശകലനം ചെയ്ത ശേഷം ഒരു എപ്പിഡെമിയോളജിസ്റ്റിന് പറയാൻ സാധിക്കും, ഇത്തരം ശീലങ്ങളുള്ള പുരുഷന്മാർക്ക് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഹൃദയാഘാതം വരാൻ ഈ ശീലങ്ങളില്ലാത്തവരേക്കാൾ 5 മടങ്ങ് സാധ്യതയുണ്ട്. 5 മടങ്ങ്? അതെ. ഇതവരെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ശീലങ്ങൾ മാറ്റാൻ പ്രേരിപ്പിക്കാനാണ്. ഓക്കെ. 5ാമത്തെ ടൂൾ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെയാണ്. സിൻഡ്രോം ഐഡന്റിഫിക്കേഷൻ. അതെ, ഇതൊരു പസിൽ സോൾവറുടെ ജോലിയാണ്. ചിലപ്പോൾ ആളുകൾക്ക് ബന്ധമില്ലെന്ന് തോന്നുന്ന കുറേ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണാം. ഉദാഹരണത്തിന്, പല രോഗികളിൽ ഒരേ സമയം ചൊറിച്ചിൽ, പനി, വിരലുകളിൽ നീര് എന്നീ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് കരുതുക. ഒറ്റയ്ക്ക് നോക്കിയാൽ ഇവ സാധാരണ ലക്ഷണങ്ങളാണ്. എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒരുമിച്ച് പലരിലും ആവർത്തിച്ചു കാണുന്നത് ഒരു പുതിയ പാറ്റേൺ ആണെന്ന് എപ്പിഡെമിയോളജിസ്റ്റ് തിരിച്ചറിയുന്നു. മനസ്സിലായി. ആ തുമ്പുകളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണ്. അതെ, ആ തുമ്പുകളെ ബന്ധിപ്പിച്ച് അതിനൊരു പേര് നൽകി, ഉദാഹരണത്തിന് ഹെൽത്ത് വിൽ റാഷ് സിൻഡ്രോം എന്ന്. എന്നിട്ട് അതിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നു. നല്ലൊരു താരതമ്യം. അടുത്തത് 6ാമത്തെ ഉപയോഗം, കംപ്ലീറ്റിംഗ് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്. രോഗത്തിന്റെ സ്വാഭാവിക ചരിത്രം പൂർത്തിയാക്കാൻ. ഒരു ഡോക്ടർ രോഗിയെ കാണുന്നത് രോഗം വന്നതിന് ശേഷമാണ്. പക്ഷേ എപ്പിഡെമിയോളജിസ്റ്റ് രോഗത്തിന്റെ മുഴുവൻ സിനിമയും കാണുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലിനിക്കൽ ഡോക്ടർ രോഗത്തിന്റെ മധ്യഭാഗം, അതായത് രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ ഭാഗം മാത്രമാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ എപ്പിഡെമിയോളജിസ്റ്റ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ കഥ പൂർത്തിയാക്കുന്നു. മുഴുവൻ കഥ. അതെ, ഒരു രോഗാണോ എങ്ങനെ ഒരു സമൂഹത്തിലെത്തുന്നു, ആരെയാണ് ആദ്യം ബാധിക്കുന്നത്, അതെങ്ങനെ പടരുന്നു, എത്ര പേർക്ക് രോഗം ഗുരുതരമാകുന്നു, എത്ര പേർക്ക് ചെറിയ ലക്ഷണങ്ങൾ മാത്രം വരുന്നു, അവസാനം എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം ഇതിലുൾപ്പെടുന്നു. ഒരു ഫുട്ബോൾ കോച്ച് കളി മുഴുവനായി വിശകലനം ചെയ്യുന്നത് പോലെയാണിത്. ശരിയാണ്. കളിക്കാരൻ തന്റെ അടുത്തുള്ള എതിരാളിയെ മാത്രം കാണുമ്പോൾ കോച്ച് കളി മുഴുവനായി കണ്ട് തന്ത്രങ്ങൾ മെനയുന്നു. ആ ഒരു പൂർണ്ണമായ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രധാനം. ഇനി ആ ഡിറ്റക്റ്റീവ് കിറ്റിലെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ടൂൾ, സെർച്ചിംഗ് ഫോർ കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. കാരണങ്ങൾക്കും അപകട ഘടകങ്ങൾക്കും വേണ്ടിയുള്ള തിരച്ചിൽ. ഇതാണ് യഥാർത്ഥ ഹൂ ഡൺ ഇറ്റ് ഭാഗം, അല്ലേ? അതെ. എന്തുകൊണ്ടിത് സംഭവിച്ചു? ഇവിടെ കാരണം അഥവാ കോസ്, അപകടഘടകം അഥവാ റിസ്ക് ഫാക്ടർ എന്നിവ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണം. എന്താണത്? ഒരു തീപിടുത്തത്തിന് കാരണം ഒരു ലൈവ് ഇലക്ട്രിക് വയറാണെന്ന് കരുതുക. അതാണ് കാരണം. ആ വയർ മാറ്റിയാൽ തീപിടുത്തം തടയാം. എന്നാൽ ആ വീട് ഉണങ്ങിയ മരം കൊണ്ടുള്ളതായിരുന്നു. അവിടെ സ്മോക്ക് അലാറം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തീ പെട്ടെന്ന് പടർന്നു. ഇവയാണ് അപകടഘടകങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ്. ഇവ മാറ്റുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നു, പക്ഷേ തീപിടുത്തത്തിന്റെ മൂലകാരണമല്ല. ഓക്കെ. അപ്പോൾ ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു, അതിന്റെ വ്യാപ്തി അളന്നു, ഭാവി പ്രവചിച്ചു, ഇപ്പോൾ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെയാണ് എന്റെ പ്രധാന സംശയം. 2 കാര്യങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴെല്ലാം ഒന്ന് മറ്റൊന്നിന് കാരണമാണെന്ന് നമുക്കങ്ങ് ഉറപ്പിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന്, ലൈറ്റർ കൊണ്ടു നടക്കുന്നവർക്ക് ശ്വാസകോശാർബുദം വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു പഠനം കണ്ടെത്തിയെന്ന് കരുതുക. അപ്പോൾ ലൈറ്ററാണോ അർബുദത്തിന് കാരണം? വളരെ പ്രസക്തമായ ചോദ്യം. ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരുന്നത്. അസോസിയേഷനും കോസേഷനും. അസോസിയേഷൻ ആൻഡ് കോസേഷൻ. ഇതിലെ സുവർണ നിയമം ഇതാണ്: അസോസിയേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ.
ആ, അതായത് ബന്ധമുണ്ട് എന്നതുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് കാരണമാകണമെന്നില്ല. അതെ, നിങ്ങൾ പറഞ്ഞ ലൈറ്ററിന്റെ ഉദാഹരണത്തിൽ ലൈറ്റർ കൊണ്ടു നടക്കുന്നതാരാണ്? പുകവലിക്കുന്നവർ. ശരിയാണ്. ശ്വാസകോശാർബുദത്തിന് യഥാർത്ഥ കാരണം പുകവലിയാണ്, ലൈറ്റർ അല്ല. ഷൂസ് ധരിച്ചുറങ്ങുമ്പോഴെല്ലാം രാവിലെ തലവേദനയുമായി എഴുന്നേൽക്കുന്ന ഒരാളുടെ കഥ പോലെയാണോ ഇത്? കൃത്യമായി അത് തന്നെ. ഷൂസ് ആണെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥ കാരണം തലേദിവസത്തെ മദ്യപാനമാണ്. മനസ്സിലായി. ഈ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ അസോസിയേഷനുകളെ നമുക്ക് പ്രധാനമായും 3 തിരിക്കാം. ആദ്യത്തേത് സ്പ്യൂരിയസ് അസോസിയേഷൻ, വ്യാജമായ ബന്ധം. ഇതിനെ ഒരു വ്യാജ വാർത്താ ലിങ്ക് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ലിങ്ക് എന്ന് വിളിക്കാം, അല്ലേ? ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നും, പക്ഷേ വ്യാജമാണ്. അതെ, അതൊരു നല്ല വിശേഷണമാണ്. ഇതൊരു തെറ്റായ ബന്ധമാണ്. ഉദാഹരണത്തിന്, ഒരു വലിയ ആശുപത്രിയിൽ പല്ലു പറിക്കുന്നതുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ ഒരു ചെറിയ ഗ്രാമീണ ക്ലിനിക്കിനേക്കാൾ കൂടുതലാണെന്നൊരു പഠനം കണ്ടെത്തുന്നു. ഓക്കെ. ഇതിനർത്ഥം ആ വലിയ ആശുപത്രി അപകടകരമാണെന്നാണോ? അല്ല, ഇത് വ്യാജമാണ്. കാരണം ചെറിയ ക്ലിനിക്കുകൾ സങ്കീർണമായ കേസുകൾ എപ്പോഴും വലിയ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായും സങ്കീർണമായ കേസുകൾ കൂടുതൽ അവിടെ എത്തും. അതെ, അതുകൊണ്ട് ആശുപത്രിയിൽ കൂടുതൽ സങ്കീർണതകൾ കാണപ്പെടുന്നു. ഇത് ആശുപത്രിയുടെ കുഴപ്പമല്ല. മനസ്സിലായി. ഇനി രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് അസോസിയേഷൻ, പരോക്ഷമായ ബന്ധം. ഇതിനെ ഒരു ഇടനിലക്കാരൻ ലിങ്ക് എന്ന് പറയാം. കൃത്യം. ഇവിടെ മൂന്നാമതൊരു ഘടകം കാരണമാണ് 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധം തോന്നുന്നത്. ഈ മൂന്നാമത്തെ ഘടകത്തെ നമ്മൾ കൺഫൗണ്ടിംഗ് വേരിയബിൾ എന്ന് പറയുന്നു. കൺഫൗണ്ടിംഗ് വേരിയബിൾ. അതിനൊരു ഉദാഹരണം പറയാമോ? ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. ഐസ്ക്രീം വിൽപ്പനയും മുങ്ങിമരണങ്ങളും വേനൽക്കാലത്ത് ഒരുപോലെ കൂടുന്നു. അപ്പോൾ ഐസ്ക്രീമാണോ മുങ്ങിമരണത്തിന് കാരണം? അല്ല. ഇവിടെയുള്ള ഇടനിലക്കാരൻ അഥവാ കൺഫൗണ്ടിംഗ് വേരിയബിൾ വേനൽ ചൂടാണ്. അതെങ്ങനെ? ചൂട് കാരണം ആളുകൾ കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്നു. അതേ ചൂട് കാരണം ആളുകൾ കൂടുതൽ വെള്ളത്തിൽ കുളിക്കാനും കളിക്കാനും പോകുന്നു. അവിടെ മുങ്ങിമരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുന്നു. ഐസ്ക്രീമും മരണവും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല. ഇനി മൂന്നാമത്തെ തരം അസോസിയേഷൻ, ഡയറക്റ്റ് ഓർ കോസൽ അസോസിയേഷൻ, നേരിട്ടുള്ള അല്ലെങ്കിൽ കാരണമായ ബന്ധം. ഇതാണ് യഥാർത്ഥ ബന്ധം അഥവാ ദ റിയൽ ഡീൽ. അതെ, ഇതിൽ തന്നെ 2 തരമുണ്ട്. ഒന്ന് 1-to-1 കോസൽ റിലേഷൻഷിപ്പ്, അതായത് ഒരു പ്രത്യേക വൈറസ്, ഉദാഹരണത്തിന് മീസൽസ് വൈറസ്, മീസൽസ് എന്ന രോഗത്തിന് കാരണമാകുന്നു. ഒരു കാരണം, ഒരു രോഗം. അതെ, പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇത് വളരെ വിരളമാണ്. രണ്ടാമത്തേതാണിപ്പോൾ കൂടുതലായി കാണുന്നത്, മൾട്ടി ഫാക്ടോറിയൽ കോസേഷൻ, ബഹുഘടക കാരണം. ഒരു ദുരന്തത്തിന്റെ പാചകക്കുറിപ്പ് പോലെ. അത് ഹൃദാഘാതത്തിന് കാരണം ഒന്നല്ല. ജനിതകപരമായ സാധ്യതകൾ, കൊഴുപ്പുള്ള ഭക്ഷണം, പുകവലി, വ്യായാമമില്ലായ്മ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ചു ചേരുമ്പോഴാണ് രോഗമുണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു ബന്ധം കണ്ടെത്തി. അത് വ്യാജമോ പരോക്ഷമോ അല്ല, നേരിട്ടുള്ളതാണെന്ന് നമുക്ക് സംശയമുണ്ട്. ആ സംശയം എങ്ങനെ ഉറപ്പിക്കും? ആ കുറ്റവാളിയെ കോടതിയിൽ ഹാജരാക്കി നിങ്ങൾ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്നെങ്ങനെ തെളിയിക്കും? അതിനൊരു വഴിയുണ്ടാകണമല്ലോ. തീർച്ചയായും. അതിനായി ഓസ്റ്റിൻ ബ്രാഡ്ഫോർഡ് ഹിൽ എന്ന പ്രതിഭയുണ്ടാക്കിയ ഒരു ചെക്ക് ലിസ്റ്റുണ്ട്. ഇതിനെ ഹിൽസിന്റെ കോസേഷൻ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നു. ഹിൽസ് ക്രൈറ്റീരിയ ഓഫ് കോസേഷൻ. ഇത് കോടതിയിലെ വാദം പോലെയാണ്. നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ, അതായത് അസോസിയേഷൻ, ഈ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുന്നു. കൊള്ളാം. നമുക്ക് ആ കോടതിയിലെ വാദങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തേത് ടെമ്പൊറൽ അസോസിയേഷൻ, സമയബന്ധിതമായ ബന്ധം. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിവാക്കാനാവാത്ത നിയമം. കാരണം എപ്പോഴും ഫലത്തിന് മുമ്പായിരിക്കണം. ദ കോസ് മസ്റ്റ് പ്രിസീഡ് ദി എഫക്റ്റ്. ശരിയാണ്. ശ്വാസകോശാർബുദം വരുന്നതിനു മുൻപ് നിങ്ങൾ പുകവലിച്ചിരിക്കണം. അല്ലാതെ അർബുദം വന്നതിനു ശേഷം പുകവലി തുടങ്ങിയാൽ പുകവലിയാണ് അർബുദത്തിന് കാരണമെന്നു പറയാൻ സാധിക്കില്ല. അടുത്തത് സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ, ബന്ധത്തിന്റെ ശക്തി. അതെ, ബന്ധം എത്രത്തോളം ശക്തമാണോ അത് യാദൃച്ഛികമാകാനുള്ള സാധ്യത അത്രയും കുറവാണ്. ഉദാഹരണത്തിന്, കഠിനമായി പുകവലിക്കുന്നവർക്ക് അല്ലാത്തവരെക്കാൾ ശ്വാസകോശാർബുദം വരാൻ 20 മടങ്ങ് സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. 20 മടങ്ങ്?
അതൊരു വലിയ സംഖ്യയാണ്. അതെ, അതുകൊണ്ട് ഈ ബന്ധം യഥാർത്ഥമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു ഘടകം രോഗസാധ്യത 1.1 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധം വളരെ ദുർബലമാണ്. അടുത്തത് സ്പെസിഫിസിറ്റി ഓഫ് ദി അസോസിയേഷൻ, ബന്ധത്തിന്റെ സവിശേഷത. ഒരു പ്രത്യേക കാരണം ഒരു പ്രത്യേക രോഗത്തിലേക്ക് മാത്രം നയിക്കുന്നുവെന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതത്ര പ്രായോഗികമാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡം ഇന്ന് അത്ര ശക്തമായി കണക്കാക്കുന്നില്ല. പുകവലി ശ്വാസകോശാർബുദത്തിന് മാത്രമല്ല, ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമൊക്കെ കാരണമാകുന്നു. അപ്പോൾ ഒരു കാരണം പല രോഗങ്ങളിലേക്ക് നയിക്കാം. അതെ. അതുകൊണ്ട് ഈ മാനദണ്ഡം മാത്രം വെച്ച് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. ഇനി നാലാമത്തത് കൺസിസ്റ്റൻസി ഓഫ് ദി അസോസിയേഷൻ, ബന്ധത്തിന്റെ സ്ഥിരത. അതായത് ഒരു പഠനം മാത്രം പോരാ, പല പഠനങ്ങളിലും ഒരേ ഫലം കിട്ടണം, അല്ലേ? അതെ, ഒരു പഠനം മാത്രം മതിയാവില്ല. 5 രാജ്യങ്ങളിലെ 5 വ്യത്യസ്ത ശാസ്ത്രജ്ഞർ ഒരേ വിഷയത്തിൽ പഠനം നടത്തി എല്ലാവർക്കും ഒരേ ഫലം ലഭിച്ചാൽ ആ ബന്ധം യഥാർത്ഥമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫലങ്ങൾ ആവർത്തിക്കാൻ കഴിയണം. അഞ്ചാമത്തെ പോയിന്റ് ബയോളജിക്കൽ പ്ലോസിബിലിറ്റി, ബയോളജിക്കൽ വിശ്വസനീയത. അതായത് നമ്മൾ പറയുന്ന കഥയ്ക്ക് ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനം വേണം. നമ്മൾ കണ്ടെത്തിയ ബന്ധം നമ്മുടെ നിലവിലുള്ള ബയോളജിക്കൽ അറിവുമായി യോജിച്ചു പോകണം. പുകവലി ശ്വാസകോശാർബുദത്തിന് കാരണമാകുമെന്നത് വിശ്വസനീയമാണ്. കാരണം സിഗരറ്റ് പുകയിലെ ടാറുപോലുള്ള രാസവസ്തുക്കൾ ശ്വാസകോശത്തിലെ കോശങ്ങളെ നശിപ്പിക്കുമെന്ന് നമുക്കറിയാം. ആ മെക്കാനിസം നമുക്കറിയാം. അതെ. എന്നാൽ ഐസ്ക്രീം കഴിക്കുന്നത് മുങ്ങിമരണത്തിന് കാരണമാകുന്നു എന്നതിന് ബയോളജിക്കലായി ഒരു വിശദീകരണവും നൽകാൻ കഴിയില്ല. അവസാനമായി കോഹറൻസ് ഓഫ് ദി അസോസിയേഷൻ, ബന്ധത്തിന്റെ യോജിപ്പ്. ഇത് ബയോളജിക്കൽ വിശ്വസനീയത പോലെ തന്നെയല്ലേ? എന്താണ് വ്യത്യാസം? നല്ല ചോദ്യം. അവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. യോജിപ്പ് എന്നത് നമ്മുടെ സിദ്ധാന്തം നിലവിലുള്ള മറ്റു പലതരം അറിവുകളുമായി, അതായത് ചരിത്രപരമായ ഡേറ്റ, മൃഗങ്ങളിലെ പരീക്ഷണ ഫലങ്ങൾ, ഇവയുമായൊക്കെ ചേർന്നു പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു പസിലിന്റെ എല്ലാ കഷണങ്ങളും യോജിച്ചു പോകുന്നത് പോലെ. അതെ. ഉദാഹരണത്തിന് ചരിത്രം പരിശോധിച്ചാൽ സിഗരറ്റ് വിൽപ്പന ഉയർന്നതിന് ഏതാനും ദശാബ്ദങ്ങൾക്ക് ശേഷം ശ്വാസകോശാർബുദ മരണങ്ങളും ഉയർന്നതായി കാണാം. മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിലും പുക ദോഷകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ പുകവലിയും അർബുദവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു. അപ്പോ ഒരു ഡിറ്റക്റ്റീവിന്റെ ടൂൾ കിറ്റായ എപ്പിഡമിയോളജിയുടെ 7 ഉപയോഗങ്ങളിൽ നിന്ന് തുടങ്ങി തെളിവുകൾ വേർതിരിച്ചറിഞ്ഞ് അവസാനം ഹിൽസിന്റെ മാനദണ്ഡങ്ങൾ എന്ന കോടതിയിൽ ഒരു രോഗകാരണത്തെ വിചാരണ ചെയ്യുന്നതുവരെ നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്തു. ഈ ഡിറ്റക്റ്റീവ് കഥയിലൂടെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന രോഗങ്ങളുടെ കാരണങ്ങൾ എപ്പിഡെമിയോളജിസ്റ്റുകൾ എങ്ങനെ കണ്ടെത്തുന്നുമെന്ന് നമ്മൾ കണ്ടു. ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിൽ കാണുന്ന ബന്ധങ്ങൾ, അസോസിയേഷൻസ് എന്തൊക്കെയാണ്? ഒരുപക്ഷേ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടാവാം. ആ ബന്ധം യഥാർത്ഥ കാരണമാണോ, അതോ മറ്റെന്തെങ്കിലും കൺഫൗണ്ടിംഗ് വേരിയബിൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ആ ചെറിയ അപകട ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ മാറ്റാൻ കഴിയുന്ന ഒരു കാരണം, ഒരു കോസ് ഏതാണെന്ന് ഇന്ന് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷേ ആ ചെറിയ മാറ്റം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം.